എന്താണ് ഈ ഭൂമി പഞ്ചായത്തിന്റെ ആസ്തിരേഖയിൽ വന്നത്? CPM-ന്റെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി KS അശോകൻ, അദ്ദേഹം ഈ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ പാലക്ക ഗ്രൗണ്ടിനെ പഞ്ചായത്തിന്റെ ആസ്തിരേഖകൾ ഉൾപ്പെടുത്തിയത്. അപ്പോ ആ വസ്തുത ഇവിടെ നിലനിൽക്കെ ഇവിടെ ഇരിക്കുന്ന UDF-ന്റെ ഭരണസമിതി അല്ല, ഇപ്പോ ഡെന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴോ അല്ലെങ്കിൽ റിജു മാവേലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴോ ജെയിംസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ അല്ല ഈ ഭൂമിയെ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിയത്. ഈ പഞ്ചായത്ത് KS അശോകൻ എന്ന് പറയുന്ന CPM-ന്റെ ഇപ്പോ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആദിവാസി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മീറ്റിംഗ് കൂടി ഇവിടെ സമരം ചെയ്യാൻ ആയിട്ട് നേതൃത്വം കൊടുക്കാൻ അതിന് ഈ പദ്ധതിക്ക് തുടങ്ങി വെക്കുന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകൻ പഞ്ചായത്തിന്റെ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഭൂമി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും വേണ്ടി പരിശോധിക്കാം. 2006 ഏതെങ്കിലും തരത്തിൽ ആദിവാസി വിഭാഗത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത് മറുപടി പറയേണ്ടത് CPM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകനാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന KS അശോകനാണ്. അയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷിക്കണം. ഇത് ആദിവാസികളുടെ ഭൂമിയല്ല, അതാദ്യം തന്നെ മനസ്സിലാക്കട്ടെ. ആദിവാസികളുടെ ഭൂമിയാണെങ്കിൽ അവിടെ തന്നെയാണ് സംശയമില്ല. പക്ഷേ രേഖകൾ പ്രകാരം ഇതുവരെയും എവിടെയും നമ്മൾ അന്വേഷിച്ചിടത്തൊക്കെ ഇത് വില്ലേജ് പുറമ്പോക്കാണ്. വില്ലേജ് പുറമ്പോക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്ത് നിശ്ചിതമാണ്. അത് കൃത്യമായിട്ട് സർക്കാരിനെ അറിയിച്ചതനുസരിച്ച് സർക്കാരിന്റെ കൂടി പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിന് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ എൻ്റെ CPS-ഉം ഈ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് 1 കോടി രൂപ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുകയും അതനുസരിച്ചുള്ള കരാറ് ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ടും ഇതിന് പൊളിറ്റിക്സ് ആണ്. 15 വർഷമായിട്ട് LDF-ന് പറ്റാത്ത കാര്യം UDF വന്നപ്പോൾ അവർ ചെയ്ത് ബഹുമാനപ്പെട്ട MLA-ക്ക് ക്രെഡിറ്റ് പോകരുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നത്. എത്ര പാവപ്പെട്ട ആളുകളെ ഈ പ്രദേശത്ത് നിറഞ്ഞു, ഒരുപാട് ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കോടശ്ശേരി പഞ്ചായത്തിൽ ഗ്രൗണ്ട് വിവാദം അതൊരു പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ന് ചാലക്കുടിയുടെ MLA സനീഷ് കുമാർ ജോസഫ് ആ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPIM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകനെതിരെ നടത്തിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദിവാസി ക്ഷേമസഭ AKS എന്ന് പറയുന്ന സംഘടന വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവർ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഭൂമിയാണ്, സർക്കാർ 1960-കളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഭൂമിയാണ്, ആ ഭൂമിയിൽ പെടുന്ന സ്ഥലത്താണ് ഈ ഗ്രൗണ്ട് വരുന്നത്, അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ എതിർക്കും. ഇതാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ഇന്ന് ചാലക്കുടി MLA കൃത്യമായിട്ട് തന്നെ പറയുകയാണ്, ഇത്രയും സ്ഥലം കാലങ്ങളോളം ഇവിടെ വളരെ അസന്മാർഗികമായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ഈ ഗ്രൗണ്ടിൽ പന്ത് കളി തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. 65-70 വയസ്സായ ആളുകൾ വരെ, ഇപ്പോൾ 70 വയസ്സിലെത്തി നിൽക്കുന്നവർ പോലും അവിടെ പന്ത് കളിച്ചിട്ടുള്ള ആളുകളാണ്. ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ആ ഗ്രൗണ്ടിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ വില്ലേജ് പുറമ്പോക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. വില്ലേജ് പുറമ്പോക്ക് എന്നാണ് ഇപ്പോൾ രേഖകളിൽ പറയുന്നത്. വില്ലേജ് പുറമ്പോക്കിന്റെ ഉടമസ്ഥാവകാശം പഞ്ചായത്തിനാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് KS അശോകനെതിരെ, CPIM ഏരിയ സെക്രട്ടറി KS അശോകനെതിരെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ആരുടെ കാലത്താണ് ഈ ഭൂമി ആസ്തി വികസന രജിസ്റ്ററിലേക്ക് വന്നിട്ടുള്ളത്? ഇത് റിജു മാവേലിന്റെ കാലത്തോ അല്ലെങ്കിൽ ഡെന്നി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജെയിംസ് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലോ അല്ല. ഇത് ആസ്തി വികസന രജിസ്റ്ററിൽ ഈ ഭൂമി കയറിയിട്ടുള്ളത് KS അശോകൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഭൂമി ആസ്തി വികസന രജിസ്റ്ററിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആദിവാസികൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി CPIM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകനാണ്. അത് കൃത്യമായി അന്വേഷിച്ച് പോലീസ് കേസെടുക്കണം എന്ന രൂക്ഷമായ വിമർശനമാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഈ ഗ്രൗണ്ടുമായിട്ട് നടത്തിയിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്നലെ സ്പോർട്സ് മന്ത്രി നടത്തേണ്ടതായിരുന്നു. പക്ഷേ എന്തോ പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രി വന്നിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഈ MLA സനീഷ് കുമാർ ജോസഫ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ, പാലക്ക ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം ചോദിക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റിന്റെ LDF ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യമാണ് എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഈ സ്ഥലത്ത് വർഷങ്ങളായിട്ട് അവിടെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി 1 കോടി രൂപ ചെലവിൽ, അതിൽ 50 ലക്ഷം രൂപ ഗവൺമെന്റിന്റെ, 25 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ, 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് 1 കോടി രൂപ ചെലവിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു ഗ്രൗണ്ടും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഒരുക്കുന്നത്. ഇത് ആ പഞ്ചായത്തിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഇടം മാറും. അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും വളർന്നു വരുന്നതിനുള്ള വലിയ ഇടമായിട്ട് മാറുന്ന ഈ സാഹചര്യത്തിലാണ് വളരെ ആസൂത്രിതമായിട്ടുള്ള പൊളിറ്റിക്സ്, രാഷ്ട്രീയ ചില നിലപാടുകൾ ഈ സമരത്തിന്റെ പിന്നിൽ ഇറക്കി വരുന്ന
KS അശോകൻ അദ്ദേഹമാണ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഭൂമി ആസ്തി വികസന രജിസ്റ്ററിൽ വന്നിട്ടുള്ളതെന്നും എന്ന വലിയ വിമർശനമാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിലെ ഈ പത്രസമ്മേളനത്തിന് ശേഷം അവിടെ RDO വന്നിട്ടുണ്ടായിരുന്നു, തഹസിൽദാർ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കളക്ടറുമായിട്ട് ഉടനെ ഒരു യോഗം നടത്തും, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ്. അദ്ദേഹം സ്ഥലത്തേക്ക് ഇറങ്ങിയില്ല. എന്തായിരുന്നാലും കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയം വളരെ രൂക്ഷമാർന്നൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും കളിസ്ഥലം എന്നുള്ളത് ഈ സർക്കാരിന്റെ LDF സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നയം. അപ്പോൾ ആ നയമനുസരിച്ചുള്ള കാര്യങ്ങളാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് CPIM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകൻ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് അവിടെ ഇന്ന് കൂടിയിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് MLA-യോട് ഒപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, മറ്റുള്ളവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കളിസ്ഥലം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എന്തായിരുന്നാലും എല്ലാ പഞ്ചായത്തുകളും അനിവാര്യമായി തീർന്നിരിക്കുന്ന കാര്യമാണ്. കുട്ടികൾ ലഹരിയുടെ പിന്നാലെ പായുമ്പോൾ ആ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഇടങ്ങളാണ് കളിസ്ഥലങ്ങൾ. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ ആവശ്യമാണ്. വിവാദങ്ങളിലേക്ക് പോകാതെ ഒരു നല്ല കളിസ്ഥലം കോടശ്ശേരി പഞ്ചായത്തിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. നമ്മുടെ യുവ തലമുറയെ കായിക മത്സരങ്ങളിലൂടെ അതിലേക്ക് ആകർഷിച്ച് അവരെ നല്ല രീതിയിൽ ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ ഗവൺമെൻറ് തയ്യാറാക്കി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഈ ഗ്രൗണ്ടിന് അനുമതി ലഭിക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 50 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപ, അതുപോലെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതികൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ രേഖകൾ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ സാങ്കേതിക അനുമതിയും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആ വികസന പ്രവർത്തനത്തെ, നമ്മുടെ നാടിന് ഉപകാരപ്രദമാകുന്ന വികസന പ്രവർത്തനത്തെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM നേതൃത്വം കൊടുത്തുകൊണ്ട് ആദിവാസി ക്ഷേമ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി വിവാദമാക്കിക്കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണ്. നമുക്ക് ലഭിച്ച രേഖകളുടെ അനുസരിച്ചിട്ടാണ് ഈ പദ്ധതി എന്ന് പഞ്ചായത്ത് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുക്കുകയും ഗവൺമെൻറ് രേഖകളൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൗണ്ട് എന്നുള്ളത്. ഈ ഗ്രൗണ്ട് കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്ന, ഇവിടെ കളിക്കുന്ന, ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ്. അവർക്ക് കളിച്ചു വളരാൻ വേണ്ടിയിട്ടാണ്, ഈ നാടിന് വേണ്ടിയിട്ടാണ്. ആ വസ്തുതകളെ ഞങ്ങളാരും ഈ ഭൂമി കയ്യേറാനോ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനോ ഒന്നും ശ്രമിക്കുന്ന ആളുകളല്ല. ഈ ഭൂമി ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാട് പിടിച്ച് ഇവിടെ പട്ടിയും അതുപോലെ തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രമായിട്ട് ഈ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ പ്രാന്തപ്രദേശങ്ങൾ അത് വൃത്തിയാക്കുക, അത് കളിക്കാനായിട്ട് ഉപകാരപ്രദമാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് സർക്കാരിന്റെ പദ്ധതിയാണ്, ഞങ്ങളുടെ ആരും പദ്ധതിയല്ല, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി ഞങ്ങളാരും ഇവിടെ കയ്യേറാൻ വന്ന ആളുകളല്ല, കയ്യേറൊന്നുമില്ല. ആ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ കളിച്ചു വളരണം. ഈ പ്രദേശത്തുള്ള ആദിവാസികളായിട്ടുള്ള കുട്ടികൾ നമ്മുടെ മുഴുവൻ പൊതുസമൂഹത്തിലെ ആളുകൾ കളിച്ചു വളരാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നത്. അതിനാണ് ഇവർ തടസ്സപ്പെടുന്നത്. ഇത്രയും ബൃഹത്തായിട്ടുള്ള പദ്ധതി നേരത്തെ നമ്മുടെ മെമ്പർ പറഞ്ഞില്ലേ, ഇതൊന്നും ആരും അടച്ചു പൂട്ടുന്നില്ല, ഗേറ്റ് ഇല്ല, ചുറ്റുമതിലില്ല, ഫെൻസിങ്, ഒരു ഭാഗത്ത് കുറച്ച് ഗാലറികൾ, ഫ്ലഡ് ലൈറ്റുകൾ, ഇത്ര മാത്രമാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. ഇതുപോലും ഇപ്പം ഇത് ഗ്രൗണ്ടാണ്. ഇത് ആദിവാസികളുടെ ഭൂമിയെ കയ്യേറുന്ന സ്ഥിതിയില്ല, ഇവിടെ കുടിലില്ല, കൃഷിയില്ല, അതൊന്നുമില്ല. ഗ്രൗണ്ടായി കിടക്കുന്ന ഈ ഗ്രൗണ്ടിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം.